റിലേഷൻഷിപ്പിനെക്കാട്ടിലും കൂടുതൽ കണ്ടുവരുന്നതാണ് സിറ്റുവേഷൻഷിപ്പ്. അതായത് നമുക്ക് ഇവിടെ പോകുമ്പോ, അതായത് ഇപ്പൊ ഇവിടെ ഫ്ലോറിൽ വരുമ്പോ മെഹറിന് ഇവിടെ ഒരാള്, ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോ വേറൊരാള്, വണ്ടിയിൽ കയറുമ്പോ അതല്ലേ ഉദാഹരണ സഹിതം പറയുമ്പോ അതല്ലേ, വീടിന്റെ അടുത്തൊരാള്, കോളേജിൽ പഠിക്കാൻ പോകുമ്പോ ഒരാള്, അല്ലെ? ആ രീതിയിൽ അതാണ് സിറ്റുവേഷൻഷിപ്പ്. പറയൂ, പക്ഷെ നിങ്ങൾ പറയൂ എന്താണ് സിറ്റുവേഷൻഷിപ്പ്? എനിക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എന്നാലും സ്വന്തം പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് സിറ്റുവേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്റെ എന്താണ് സിറ്റുവേഷൻഷിപ്പ്? ആ ഒരു ബന്ധത്തിനെ പറ്റി അവർക്ക് പറയാൻ അറിയില്ല. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് മനസ്സിലായിടത്തോളം. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് റിലേഷൻഷിപ്പ് ആണോ അല്ല, ഫ്രണ്ട്സ് ആണോ അല്ല, ഇതിന്റെ ഒരു ബെസ്റ്റിയുടെ ഒക്കെ തന്നെ ഒരു വേറെ വേർഷൻ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ സിറ്റുവേഷൻഷിപ്പിന്റെ ഉള്ളിൽ ഒരു ഫിസിക്കൽ ഇന്റിമസി ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. എന്താ സംഭവം? ഈ സിറ്റുവേഷൻഷിപ്പിനെ വളരെ ലളിതമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ മെഹർ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ വേഷത്തിന് എന്നിട്ട് പറയാം കഫ്താനല്ലത് അല്ല, ഇത് ചുരിദാർ പാകിസ്ഥാനി. പാകിസ്ഥാനി. മെഹർ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു, പാകിസ്ഥാനി ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നു. മെഹർ ഇപ്പൊ ഒരു കോൺവൊക്കേഷൻ സ്റ്റേജിൽ കയറുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും, ട്രിപ്പ് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും, നൈറ്റ് വെയർ ഇടുന്നത് വേറെ ആയിരിക്കും, ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ പല പല സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ ഇതാണ് മെഹറിന് കംഫർട്ട്, വീട്ടിൽ അതാണ് കംഫർട്ട്, ട്രിപ്പ് പോകുമ്പോൾ അതാണ് കംഫർട്ട്. അപ്പൊ അതായത് സിറ്റുവേഷൻ അനുസരിച്ച് മെഹർ പല പല ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ ഇത്. അതായത് എപ്പോഴും ഒരേ സാധനം തന്നെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പൊ അവർക്കും വേണ്ടേ ഒരു വ്യത്യസ്തത. അങ്ങനെ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകളാണ് പല പല സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഇത്തരം സിറ്റുവേഷൻഷിപ്പുമായി നടക്കുന്ന ആളുകളിൽ നമ്മൾ ചെന്ന് പെടാതിരുന്നാൽ മതിയെന്ന്. അവരെ നന്നാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ ചെന്ന് പെടുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് പ്രോപ്പറായിട്ട് തന്നെ അന്വേഷിക്കണം. ഒരാളെ പെട്ടെന്ന് കണ്ടു, അപ്പൊ തന്നെ ഒരു ക്രഷ് തോന്നി, അപ്പൊ തന്നെ അത് ഇൻഫാക്ച്വേഷനായി, ഇൻഫാക്ച്വേഷൻ വളർന്ന് മനസ്സിനുള്ളിൽ മഞ്ഞ് പെയ്യുന്ന സുഖമൊന്നും വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല. കാരണം ഇന്ന് പ്രത്യേകിച്ചും ഈ ഫോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റും. പഴയ കാലഘട്ടത്തിൽ അതൊന്നും പറ്റില്ല. ഒരു പ്രേമലേഖനം എഴുതണം, ഒരു സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തു വിടണം, അവരെന്നിട്ട് അത് ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ അടച്ചു വെക്കണം, വീട്ടിൽ അവരെത്തിയിട്ട് അത് തുറക്കുമ്പോൾ ആ പ്രേമലേഖനം വായിക്കണം. എന്ത് വലിയ പ്രൊസീജിയറാണെന്നറിയോ? അതിന്റെ മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച അവർ ട്യൂഷൻ ക്ലാസ്സിൽ വരണം, ട്യൂഷൻ ക്ലാസ്സിൽ നോക്കി കണ്ണിൽ നോക്കണം. ഇപ്പൊ അങ്ങനെയൊന്നുമല്ലോ, ക്വിക്കല്ലേ. അപ്പൊ ആ ചീറ്റിങ്ങും വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മള് ഡിസിഷൻ എടുക്കുമ്പോൾ ഒന്ന് പ്രോപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്നൊക്കെ ഒരു പരിധി വരെയൊക്കെ. പിന്നെ നമ്മൾ വീഴാനുള്ളതാണെങ്കിൽ നമ്മൾ വീണിരിക്കും, വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. വണ്ടി വിളിച്ചിട്ടാ ട്രെയിൻ പിടിച്ചിട്ടൊക്കെ വരാളത് വരും. ഇപ്പൊ നമ്മള് നോക്കുവാണെങ്കിൽ മാരേജസ് ഒക്കെ ഫെയിലിയർ ആണ്. ലവ് മാരേജ് ആയിക്കോട്ടെ, ലവ് മാരേജിനാണ് ഇപ്പൊ നമുക്ക് കുറച്ച് നാള് ആളറിയാം, അറിഞ്ഞിട്ട് നമ്മള് കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അതും ഫെയിലിയർ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ നാള് പരിചയമുള്ള ആളായിക്കോട്ടെ, ഇപ്പൊ ഒരു 10 വർഷം റിലേഷനിലായിരുന്നിട്ട് കല്യാണം കഴിച്ചവര് വരെ ഡിവോഴ്സ് ആയിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ അറേഞ്ച് മാരേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 ആഴ്ചയിൽ പെട്ടെന്ന് ഒന്ന് മിഠായി കൊടുക്കണു, എൻഗേജ്മെന്റ് ആക്കണു, 1 മാസത്തിൽ കല്യാണം. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു സംഭവം എന്താണ്? മാരേജ് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ, ഏതാ നല്ലതെന്നാണ്? ഞാൻ പറയുകയാണെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് നമുക്കൊരു റൈറ്റ് പേഴ്സണെ കണ്ടെത്തിയാൽ മാത്രം ചെയ്യേണ്ട ഒരു സംഭവമാണ്. അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് നിർബന്ധമേ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിട്ട് ലവ്, എന്തിട്ട് അറേഞ്ച്ഡ്, നമുക്ക് ആ ഒരു പേഴ്സൺ ഒരു റൈറ്റ് പേഴ്സൺ ആണെന്ന് അയാള് തോന്നുന്ന ഒരു ഡേ വന്നാൽ മാത്രമേ കല്യാണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിട്ട് നടന്നോ, കല്യാണം കഴിച്ചില്ലെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങളെ മറ്റേ മരത്തുമ്പോൾ കെട്ടിയിട്ട് തല്ലുവോ? നമ്മുടെ വീട്ടുകാർ ചിലപ്പോൾ 4 ദിവസം പറയായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ കുറച്ച് ദിവസം പറയായിരിക്കും. നമുക്കൊരു റൈറ്റ് പേഴ്സൺ ആണെന്ന് തോന്നാത്ത ഒരാളുടെ കൂടെ നമുക്ക് അധികം കാലം നിന്ന് പോകാൻ പറ്റില്ലാന്ന്. ഇപ്പൊ ഈ പറഞ്ഞ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞല്ലോ, ഇപ്പൊ കൂടുതലാണ്, പണ്ട് കുറവാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ അവർ കുറെയൊക്കെ സഫർ ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കും. കാരണം അന്നത്തെ ഒരു ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സിന്റെ എണ്ണം ഒന്നും അധികം ഉണ്ടാവില്ല. കാരണം ആളുകൾ അതിനെ കാണുന്നത് തന്നെ വളരെ മോശമായിട്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല, ഡിവോഴ്സ് ചെയ്യുന്നു, സെപ്പറേറ്റഡ് ആവുന്നു, വേറെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു, സിംഗിൾ പാരന്റിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ, അതായത് ഇപ്പൊ സമൂഹം മാറും, നമ്മൾ അതിനനുസരിച്ച് മാറിപ്പോകുന്നു. അല്ല, ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ചായ കുടിക്കണ കഥ, ആ ചായ കുടിക്കണ കഥയെ നമുക്ക് മാറ്റം വരണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയാറുണ്ട്, ഇപ്പൊ എന്റെ മോളുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്, അവൾക്ക് 21 വയസ്സാണ്, അവളോട് ഞാൻ പറയാറുണ്ട് പെട്ടെന്ന് ഓടിപ്പോയി കല്യാണം കഴിക്കണതിനെ കുറിച്ച് മോള് ചിന്തിക്കേണ്ട. കല്യാണം താല്പര്യമില്ല. പക്ഷെ ഞാൻ അവളോട് പറയാം, അങ്ങനെയല്ല വേണ്ടത്. ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അയാളുടെ കൂടെ കുറച്ചു കാലം, അതായത് ഒരു എന്താ പറയാ, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാനല്ല ഞാൻ പറയണേ, എങ്കിലും അയാളുടെ കൂടെ കുറച്ചു കാലം ഒന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ അയാൾ എന്താ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം. എത്ര കാലം നടന്നാലും ചില ആളുകളുടെ ഉള്ളിലിരിപ്പൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും ഒന്നും അറിയാതെ ഒരു പടുകുഴിയിലേക്ക് പോയി ചാടുന്നതിനേക്കാളും ഭേദമല്ലേ അത്? ഓക്കെ. ടീച്ചർ ഞരമ്പ് രോഗം, അതിപ്പോഴും ഞരമ്പ് രോഗം തന്നെയല്ലേ? പേരെങ്ങാനും മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടില്ലല്ലോ, സംഭവം തന്നെ. കാര്യം മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ അത് ഏതൊരു പ്രായക്കാരിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ എന്ന് തോന്നി? 40 കഴിഞ്ഞവരില്. കാരണം ഞാൻ ഒരു തവണ ബസ്സിൽ യാത്ര ചെയ്യും, ഒരു 4-5 വർഷം മുന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്റെ ഇപ്പുറത്തുള്ള സീറ്റിലും ഫ്രീ ആണ്, പിന്നെ ബാക്കിലൊരു സീറ്റും ഫ്രീ ആണ്. അപ്പൊ ഒരു ചേട്ടനാണെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു 55-60 വയസ്സ് കാണും. ഫ്രസ്ട്രേഷൻ ആണ്,
ഇയാളാണെങ്കിൽ എനിക്ക് ഇയാൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആദ്യം പാവ തോന്നി. ഇയാൾ ഇങ്ങനെ നിൽക്കുന്ന കാണുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ ബാഗൊക്കെ ഉണ്ട്, പാവം തോന്നാം. അപ്പൊ ഈ പുള്ളി എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ചോദിച്ചു പാവല്ലേ, ഇരുന്നോട്ടെ, സാരമില്ല എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് മനഃപൂർവ്വം നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ഇതാവുന്നതും മനസ്സിലാവും. പിന്നെ ഇയാൾ എന്റെ അടുത്തേക്ക് എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ മര്യാദക്ക് ഇവിടെ നിന്ന് എണീച്ചോ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയില്ല അയാൾ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. ലൈംഗിക ദാരിദ്ര്യം അതാണ് അതിന് പറ്റിയ വാക്ക്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതാത് സമയങ്ങളിൽ കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു 40 വയസ്സ് 45 വയസ്സ് കഴിയുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു ധൈര്യം അവർക്ക് വരികയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് അത്, 2 കൂട്ടർക്കും ഉണ്ട് അത്. അവർക്ക് ഈ 45 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ലൈഫിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ ആയി. ഇനിയിപ്പോ എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ ആരും ജഡ്ജ് ചെയ്യാനൊന്നും വരുന്നില്ലല്ലോ. അതാണ് എപ്പോഴും 40 കഴിഞ്ഞ സ്ത്രീ ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പരിചയമുള്ള സ്ത്രീനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. നാട്ടുകാർ അറിയില്ലേ? പരിചയമില്ലാത്ത സ്ത്രീകളുടെ അടുത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പരിചയമില്ലാത്ത ആളുകളുടെ അടുത്ത് ചെയ്യാനാണ് അവർക്ക് എളുപ്പം. പരിചയമുള്ള അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരും അപ്പുറത്തുള്ളവരൊക്കെ അറിയും. പരിചയമില്ലാത്തവരാകുമ്പോൾ അവർക്ക് എളുപ്പമാണല്ലോ. അതിന് വേണ്ടി ചിലപ്പോൾ അവര് ബസ്സിൽ യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ബസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അത് ലൈംഗിക വൈകൃതമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത് ഭയങ്കര വിഷമമായിട്ടുണ്ടാവില്ല. ഞാനിങ്ങനെ ഭയങ്കര ഒരു ട്രോമറ്റൈസിങ് അവസ്ഥയിലേക്ക് പോയി. കാരണം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ അയാളെ. പക്ഷെ അവരെ നമ്മൾ ഒരു ഒറ്റ ഓളിട്ട് കഴിഞ്ഞാൽ അവര് പൂട്ടാ. അതിനുള്ള ചേട്ടൻ ഇവിടെ ഇപ്പൊ എണീച്ചില്ലെങ്കിൽ വണ്ടി കിടന്ന് ഒച്ചപ്പാട്. അതൊന്നും വേണ്ടി വന്നില്ല, അതിന് മുമ്പേ പോയില്ല. എനിക്കറിയില്ല പുള്ളി അവിടെ നിന്ന് എണീക്കണം കണ്ടു. പിന്നെ പുള്ളിനെ കണ്ടു. അപ്പം ടീച്ചർ ആണെങ്കിലും മുന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിഹിതം ഇസ് ഫൈൻ, അവിഹിതം എന്റർടൈൻമെന്റ് ആണെന്നൊക്കെ. പക്ഷെ അവിഹിതം കാരണം ലൈഫ് പോയിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ ചുറ്റും കാണുന്നില്ലേ? അതിന് ഞാൻ ആ ഇന്റർവ്യൂല് പറഞ്ഞ ഒരു പാർട്ട് മാത്രമാണ് ആളുകൾ എടുത്തിട്ട് ആഘോഷിച്ചത്. അതിന് തൊട്ട് മുൻപ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിഹിതം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും പോയി അവിഹിതത്തിൽ ഏർപ്പെടണം എന്നല്ല പറഞ്ഞത്. ചില വീടുകളിലൊക്കെ ഭർത്താവിന്റെ അടി ചവിട്ടും കുത്തും സഹിക്കാൻ പറ്റാണ്ട് ചില പെണ്ണുങ്ങൾ തന്നെ ആലോചിച്ച് കരഞ്ഞ് കാലത്തൊട്ട് അന്ത്യാവണവരെ കരയാ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരാ, അവളെ നോക്കുന്നില്ല, അയാൾ തോന്നിയ പോലെ ജീവിക്കുക. അങ്ങനെ അത് വീടിന്റെ ഉള്ളിൽ വല്ലാത്ത സഫോക്കേഷൻ അനുഭവിക്കുന്ന ചില സ്ത്രീകൾ, പുരുഷനും ആയിരിക്കാം. അതായത് നമ്മുടെ പാർട്ട്ണറെ കൊണ്ട് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള, അതായത് ഒരു വിവാഹിതത്തിൽ ആവശ്യമായ ഒരു കാര്യങ്ങളും കിട്ടാതെ വീടിനുള്ളിൽ അകപ്പെട്ട് വിഷമിച്ച് ഇത് തന്നെ ആലോചിച്ച് കരഞ്ഞ് അവസാനം സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് വരെ എത്തുന്ന പാവപ്പെട്ട ആളുകളോടാണ് ഞാൻ പറഞ്ഞത്, അയാളെ മാത്രം ആലോചിച്ചിരിക്കേണ്ട, നിങ്ങൾ വല്ല വിഹിതത്തിന് പൊക്കോളാൻ. അതായത് നമ്മളെപ്പോഴും ഒരാളിൽ മാത്രം ആശ്രയിച്ച്, ഒരാളെ മാത്രം ചിന്തിച്ച്, അയാളെ മാത്രം സ്നേഹിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മളൊരു വിലയും ഇല്ലെങ്കിൽ കുറെ എഫേർട്ട് ഇട്ട് നോക്കുക. അതായത് നമ്മൾ പറയില്ലേ, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള. ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു നോക്കുക. ഒക്കെ എല്ലാ തരത്തിലുള്ള സാമം വാദം മറ്റേ സംഭവം എന്താ, സാമം വേദം, ആ സംഭവം സാമം ദാനം വേദം ദണ്ണം, ആ സംഭവങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് നടക്കാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തള്ളി അങ്ങോട്ട് കളയാം. കാരണം എല്ലാ തരത്തിലും നമ്മൾ ശ്രമിക്കണം നല്ല രീതിയിൽ. എന്നിട്ട് അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു വിവാഹ ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് പരിഗണനയാണ്. അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഇവരെ തന്നെ ആലോചിച്ച് മോങ്ങിക്കൊണ്ടിരിക്കേണ്ട, നിങ്ങൾ വല്ല അവിഹിതത്തിന് പൊക്കോന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എല്ലാവരും അവിഹിതം ഈസ് ഫൈൻ, അത് മാത്രമാണ് എല്ലാവരും. അതിൽ ഏറ്റവും രസം എന്ന് പറയും, അതിന്റെ താഴെ ഇത് പറഞ്ഞ് മെഴുകുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഈ പറയുന്ന രാത്രി തോർത്തുമുണ്ട് ഇട്ടിട്ട് പോകുന്ന മെയിൻ ആൾക്കാരാണ് അതിന്റെ അടിയിൽ വന്ന്, അയ്യോ ഇവൾ എന്തൊക്കെയാണ് ഈ കിടന്ന് വിളിച്ചു പറയുന്നത്, ഈ പെണ്ണും പിള്ളക്ക് ഒരു പണിയുമില്ലേ എന്ന് പറഞ്ഞ അവനും അവളുമാണ് 4-5 പെണ്ണുങ്ങളെ ആണുങ്ങളെ വെച്ചോണ്ടിരിക്കുന്നത്. അവർക്ക് നാണില്ല അല്ലെ? വെറുതെ ഫേക്ക് ചെയ്യാന്നേ വന്നിട്ട് ഇങ്ങനെ ഫേക്ക് കോളികളാണ് അധികവും. അവരുടെ കമന്റുകളൊക്കെ കാണും. സാധാരണ ആൾക്കാർ ഇങ്ങനെ കമന്റ് എടുത്ത് കൊണ്ടുപോയി പിന്നെ അത് സ്റ്റാറ്റസ് ആക്കി. ഞാൻ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഓ ഇങ്ങനത്തെ ബാഡ് കമന്റ്സ് വരുന്നതോട് സാധനം റീച്ച് ആയി വരുന്നുണ്ട്. അങ്ങനത്തെ കമന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ കമന്റ് ഇടുന്ന ആളുകൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടോ അത്രത്തോളം എന്റെ പേജ് റീച്ച് ആവുന്നുണ്ട്. അവരോടൊക്കെ സഹതാപാണ്. കാരണം അവരവരുടെ കഴുത കാമം കരഞ്ഞു തീർക്കുന്നതാണ് പഴയ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് അതിന്റെ അടിയിൽ വന്ന് കരയിട്ടാ, നല്ല നല്ല രീതിയിൽ കരയേ. അപ്പൊ ഞാൻ അതൊക്കെ കണ്ടിങ്ങനെ ഞാൻ ഒരു സൈക്കോ ആണെന്ന് ഇവർ പലപ്പോഴും മറക്കുന്നു. ഈ കല്യാണവും കഴിഞ്ഞ് ഒരു 40-44 വയസ്സ്, ഭാര്യയുണ്ട്, 3 മക്കള്, 4 മക്കളുള്ള ഈ കൂടുതൽ ഭർത്താക്കന്മാരൊക്കെ ഈ അവിഹിതത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ചോദിക്കുമ്പോ ഭാര്യയായിട്ട് ഒരു പ്രശ്നമില്ല, നല്ല സ്നേഹത്തിലാണ്. അതെന്താണെന്നറിയോ, ഈ ഒരു സെക്ഷൽ ഫാന്റസി ആഗ്രഹിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഇപ്പൊ മാധവിക്കുട്ടി തന്നെ പണ്ട് ഒരിക്കൽ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നു. അതായത് നമുക്കെല്ലാവർക്കും ഒരു ഇണയിലൊന്നും തൃപ്തിപ്പെടാൻ പറ്റുന്ന ആളുകളല്ല നമ്മളാരും, ഒരു മനുഷ്യരും. അത് നമുക്ക് ശരിക്കും മോണോഗമസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലല്ല നമ്മളെയൊന്നും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പല ആളുകളോട് ഇഷ്ടം തോന്നാം. അതായത് അത് ആ ഇഷ്ടം പലപ്പോഴും തുറന്നു പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എനിക്ക് തന്നെ പല ആളുകളോട് ഇഷ്ടം തോന്നാറുണ്ട്. അതായത് ഇപ്പൊ എല്ലാവർക്കും തോന്നും. പക്ഷെ അതിങ്ങനെ വന്നിരുന്ന് പറയണമെങ്കിൽ ഒരു ആംബിയർ വേണം. അതായത് അപ്പൊ നമുക്ക് എല്ലാ ആളുകളോടും വഴി നടന്ന് ഇഷ്ടം പറയാൻ പറ്റും. എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടം, അങ്ങനെ വഴി നടന്ന് പറയാൻ പറ്റും. ചില ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കും.
അപ്പൊ അതുപോലെ ഈ മോണോഗമസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആളുകൾ, ചില ആളുകൾക്ക് വീട്ടിൽ നിന്ന് ആ ഒരു എന്താ പറയാ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതായത് ഓക്കെ അങ്ങനെ പോകുന്ന വീടുകളുണ്ടാവും. എല്ലാം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടോ, അതായത് ഫാമിലി ആയിട്ട് പോകുന്നു, മക്കളെ നോക്കുന്നു, കാലത്ത് ഉറങ്ങിയിരിക്കുന്നു, രാത്രിയാവുന്നു, കഞ്ഞിയും കറിയും വെക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, അങ്ങനെ അതായത് ഒരു ഭാര്യയുടെ എല്ലാ കടമയും ചിലപ്പോൾ ആ പെണ്ണ് നിർവഹിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ആ ഭാര്യയ്ക്ക് ഒരു കാമുകിയാവാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് സ്ത്രീകൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതായത് ഒരു 40 വയസ്സൊക്കെ കഴിയുന്തോറും പെണ്ണുങ്ങൾ ഇങ്ങനെ ആണുങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങളൊന്നും മിണ്ടാടുന്ന മനുഷ്യ, നിങ്ങൾക്ക് വേറൊരു വിചാരമില്ലേ, പിള്ളേരെ വളർന്ന് വലുതായി, അങ്ങനെയൊക്കെ പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരാണ് ഈ ആണുങ്ങളെ നശിപ്പിക്കണേ. കാരണം ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തിക്കുറിശില്, പഴയ സിനിമാ നടൻ തിക്കുറിശി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷന് അവന്റെ ആഗ്രഹങ്ങൾ കെട്ടടങ്ങുന്നത് മരിച്ചിട്ട് അടക്കം ചെയ്യുമ്പോഴാണെന്ന്. അതായത് ആണുങ്ങൾക്ക് ആ വികാരം ഭയങ്കര കൂടുതലാണ്, അവരുടെ ഹോർമോൺ അങ്ങനെയാണ്, അവരുടെ ശരീരത്തിലുള്ള ഹോർമോൺ. അപ്പൊ അവരുടെ ഈ ആഗ്രഹങ്ങളും വികാരങ്ങളും ഒന്നും വീട്ടിൽ നിന്നെല്ലാം നടന്ന് കിട്ടാതാവുമ്പോ പുരുഷന്മാർ വേറെ ചില ബന്ധങ്ങളിലേക്കൊക്കെ പോകും. അത് സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെ, അതായത് വീട്ടിലൊന്നും ഈ ഭാര്യമാരധികവും ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ആകെ മുഷിഞ്ഞെന്ന് അറിയാം മാക്സി ഒക്കെ ഇട്ടിട്ടായിരിക്കും പെണ്ണുങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആണുങ്ങൾക്ക് അതിലൊന്നും ഒരു വലിയ സന്തോഷം തോന്നില്ല. അപ്പൊ അവർ നോക്കുമ്പോൾ ബെറ്റർ പേഴ്സൺസ് പുറത്തുണ്ട്, അപ്പൊ അവരുമായിട്ട് എന്തുകൊണ്ട് ഇതായിക്കൂടാന്നൊക്കെയുള്ള ചിന്ത. ഞാനിതിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കില്ല, അതൊക്കെ ആയിരിക്കാം മേ ബി കാരണം. ഇനിയിപ്പോ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടായിരിക്കും പോട്ടെ. പിന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ പറ്റിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം പറ്റിച്ചിട്ടുണ്ടാവും, ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇഷ്ടമാണ് എന്നുള്ളൊരു പേര് കാരണം വീണ്ടും സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ശരിക്കും സെക്കൻഡ് ചാൻസ് സംഭവം അറിയോ, നമുക്ക് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോഴേ നമുക്കൊരു പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. മഴയൊക്കെ വരുമ്പോൾ നമുക്ക് പണ്ട് അവന്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചതും ബൈക്കിൽ പോയതും കാറിൽ പോയതൊക്കെ ഓർമ്മ വരും. എന്തൊരു നല്ല കാലഘട്ടമായിരുന്നു. ഇനിയും ഒരു മഴക്കാലം കൂടി അവന്റെ കൂടെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇങ്ങനെ തോന്നും. മഴക്കാലം ഭയങ്കര പ്രശ്നമുള്ള സമയമായിട്ട് ഈ മഴക്കാലം, എന്തിനാണ് ഈ മഴക്കാലമൊക്കെ. അപ്പൊ നമുക്ക് ഈ പഴയ കാലങ്ങൾ ഓർമ്മ വരും. സത്യത്തിൽ നമുക്ക് മിസ് ചെയ്യണത് അവനെ അല്ല, അല്ലെങ്കിൽ അവളെ അല്ല, അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഫീലിംഗ്, ആ ഒരു മെമ്മറി, ആ ഒരു ഫീലിംഗാണ് നമുക്ക് മിസ് ചെയ്യണേ. നാളെ ഇനി ഇയാൾ തിരിച്ചു വന്നാലും ആ ഫീലിംഗ് നമുക്ക് ഇനി കിട്ടില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ആ മുറിവുകളെല്ലാം വന്നു കഴിഞ്ഞു. ഇവര് നമുക്ക് തന്നിട്ടുള്ള ട്രോമ, ഇവര് നമ്മളെ ചതിച്ചിട്ടുള്ളത്, ഇവര് നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ളത്, ഇവര് നമ്മളെ തെറി വിളിച്ചിട്ടുള്ളത്, ഇവര് നമ്മളെ അടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയത്, അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പൊട്ടിയ ഒരു ചില്ല് ഗ്ലാസ്സാ. ഇനി ആ ചില്ല് ഗ്ലാസ് നമുക്ക് ഒട്ടിച്ച് ഫെവിക്കോളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. പക്ഷെ അതിൽ എത്ര വെള്ളം ഒഴിച്ചാലും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നു പോകും. അപ്പൊ ഇവരിനി എത്ര തിരിച്ചു വന്നാലും അവർ പഴയ ആളായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഒക്കെ കൊടുക്കാം, ഒരു കാര്യമില്ല. പുതിയ അത്ഭുതങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പോണില്ല. അയാളായിട്ടും നമ്മളായിട്ട് തന്നെ തുടരും. വെറുതെ നമ്മൾ വായിച്ചു കഴിഞ്ഞ ഒരു പുസ്തകമല്ലേ, ആ പുസ്തകം ഇനി അതിൽ പുതിയ അധ്യായങ്ങളൊന്നും വരാനില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അടിയും കൂടിയും, ഒരു അന്ന് കിട്ടിയ അടി പോരാണ്ടാണെന്നുണ്ടെങ്കിൽ 1-2 അടിയും കൂടി മേടിച്ചു വെച്ചോ, നല്ലതാ. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യം. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വിശ്വാസം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അത് പോയി തന്നെയാണ്. കാരണം പിന്നെ അവൻ പറയുന്ന സത്യങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് നുണയായിട്ട് തോന്നുള്ളൂ. കാരണം അന്ന് അവൻ ആ നുണ പറഞ്ഞില്ലേ, അത് ഭയങ്കര സംഭവം. എന്തിനും ഇവർ ഈ ട്രസ്റ്റ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ നിൽക്കണേണാവോ? കാരണം വേറെ എന്തും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരിക്കൽ പോയാൽ ആ കള്ളനായിട്ട് മുദ്ര കുത്തപ്പെടുകയാണ് അവിടെ. അതവർ അത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് സത്യം പറഞ്ഞാൽ. ടീച്ചറോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കാണെങ്കിൽ എന്തൊക്കെയോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റി. കാരണം ഒരുപാട് ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ടീച്ചറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റിവിറ്റി തന്നെ ആയിരിക്കും. അപ്പം ടീച്ചർ എന്തായാലും കൗൺസിലിംഗ് ഒന്നും എന്തായാലും കൊടുക്കുന്നില്ല. അപ്പം നമ്മളിടത്തിലേക്ക് എത്താൻ അവർ എന്താ ചെയ്യേണ്ടത്? നമ്മളിടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൃശ്ശൂർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പൊ അതൊരു ഫുൾ ഡേ നമ്മൾ അവിടെ, നിങ്ങളുടെ ഒരു പ്രശ്നവും ഞാൻ കേൾക്കില്ല കേട്ടോ, അത് ആദ്യമേ പറയാം. പ്രശ്നം കേൾക്കാനും അത് മുഴുവൻ അവിടെ കമഴ്ത്തിയിടാനാണ് വരുന്നെങ്കിൽ നിങ്ങൾ ആരും വരണ്ട. നമ്മളിടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങളുടെ മൊബൈൽ ആദ്യം വാങ്ങി വെക്കും, എന്നിട്ട് കുറേ പഴയ ഗെയിംസും പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എല്ലാവരും കളിച്ച് ചിരിച്ച് പഴയ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് നമ്മളിടം. അതായത് പഴയ ചെമ്പകപ്പൂവൊക്കെ കൊണ്ടുവന്ന് ലാങ്കിയൊക്കെ കൊണ്ടുവന്ന് ഗോലിയൊക്കെ കളിച്ച് അങ്ങനെ ഒരു, അതായത് നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ കുട്ടിക്കാലാണ് നമുക്ക്, അല്ലെ? നമുക്ക് ഇങ്ങനെ പലരും പറയാറുണ്ട്, പോയ വഴികളിൽ എന്റെ പഴയ എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ആ പഴയ എന്നെ തിരിച്ചെടുക്കുന്ന സ്ഥലമാണ് നമ്മളിടം. സത്യം പറഞ്ഞാ ടീച്ചർ ഈ സീസൺ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് ഞാൻ വലിയൊരു നോ പറഞ്ഞു. എന്തുപറ്റി? കാരണം ബിഗ് ബോസ് നമുക്ക് പറ്റിയ സ്ഥലമല്ല. കാരണം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ വേണ്ടി വരും.
എന്നെ സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ അരുണിന്റെ അടുത്ത് അതാ പറഞ്ഞ ഇടയിൽ കട്ട് ചെയ്യരുതെന്ന്. കാരണം എനിക്ക് ഇടയിൽ കട്ടും ടേക്കും പേസ്റ്റ് ഒന്നും പറ്റില്ല. എങ്ങനെയാണോ ആസ് ഇറ്റ് ഈസ് ഈ ഇംപെർഫെക്ഷനോട് കൂടി എന്നെ ആളുകൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചാൽ മതി, അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ മാറാൻ പോകുന്നില്ല. അപ്പൊ എന്നെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ബിഗ് നോ ഞാൻ അവിടെ പറഞ്ഞു.